ഇവിടെ ആദിലയും നൂറയും അവരുടേതായ രീതിയിൽ അവരുടേതായ ഒരു പേഴ്സണാലിറ്റി നിലനിർത്തിക്കൊണ്ടാണ് ഇതുവരെയായിട്ട് ഗെയിം കളിച്ചത്. അവരുടെ മാത്രം അഭിപ്രായം അതൊക്കെയാണ് അവരെന്നും പറയുന്നുള്ളത്. രണ്ടുപേരും നന്നായിട്ടൊരു പ്രൊവോക്കിംഗ് ഗെയിമൊക്കെ തന്നെയാണ് കളിക്കുന്നത്. മാത്രമല്ല നല്ലൊരു പ്രേക്ഷക പിന്തുണ തന്നെ അവർ നേടിയെടുത്തിട്ടുണ്ട്. അല്ലാതെ മറ്റാരുടെയും സഹായത്തോടെ എല്ലാവർക്കും പ്രേക്ഷക പിന്തുണ കിട്ടിയതുപോലും. എന്നാൽ റിയാസ് ഇവിടെ വന്നിട്ട് റിയാസിൻ്റെതായ ആശയവും തത്വവും ഇവിടെ ആദിലയുടെ മനസ്സിലേക്ക് പാകിയിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. ഇത്രയും നാൾ കുഴപ്പമില്ലാതെ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ആദിലയുടെ ഗെയിം ഇനി എങ്ങോട്ടാണ് എന്ന് കണ്ടു തന്നെ അറിയണം കേട്ടോ. കാരണം സീസൺ 4 എല്ലാവരും പറഞ്ഞിരുന്നു റിയാസ് ഭയങ്കര ഗെയിം ചേഞ്ചറൊക്കെ ആണ് എന്ന്. പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ലേ. കാരണം അങ്ങനെ ഒരു ഗെയിം ചേഞ്ചറൊക്കെ ആണ്, അത്രയും നല്ലൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും വിൻ ചെയ്യുമായിരുന്നു. റിയാസ് സത്യത്തിൽ അവിടെ ശ്രമിച്ചത് എല്ലാം ജഡ്ജ് ചെയ്യാനും ഉപദേശിക്കാനും കുറ്റം പറയാനൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്തുണ നേടാൻ നമ്മുടെ പ്രേക്ഷക പിന്തുണ നേടാൻ നമ്മുടെ റിയാസിന് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇവിടെ ആദില, നൂറ അവർക്ക് നല്ല പ്രേക്ഷക പിന്തുണ ഇതുവരെയായിട്ട് നേടിയിട്ടുണ്ട്. ഇനി അവരെ ഈ നമ്മുടെ റിയാസിൻ്റെ വാക്കൊക്കെ കേട്ടിട്ട് അവരുടെ ഗെയിമൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി അവരുടെ പേഴ്സണാലിറ്റിയൊക്കെ ഒന്ന് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ തീരുമാനമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ലേ. എനിക്ക് തോന്നുന്നു ഈ റിയാസ് ആദിലയെ ഉപദേശിച്ച് നശിപ്പിച്ചോ എന്ന്.